ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. 8 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മേ ബി നിങ്ങൾക്കിടയിൽ പലർക്കും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയിരിക്കാം നിങ്ങളിപ്പോൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ഒരു സെപ്പറേഷനിലായിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കുറച്ച് പേർക്ക് ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂസും നിങ്ങളുടെ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ വ്യക്തി എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ പ്രശ്നങ്ങളോട് അവരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്ന ഒരു എനർജി. കുറെയെല്ലാം അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സാഹചര്യത്തിന് അനുകൂലമായിട്ട്. അതായത് ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അവർ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവരുടെ ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് തന്നെ അവർ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്തരം ഒരു സിറ്റുവേഷന് അനുകൂലമായി തന്നെ ഇപ്പോൾ ഇവർ ഈ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷന് അനുകൂലമായി തന്നെ ഈ വ്യക്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് ഒന്നും കാണുന്നില്ല. നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈ ഒരു വ്യക്തി വളരെ കുറച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇപ്പോ ഈ ഒരു സമയം ഈ വ്യക്തി വളരെ നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തി തികച്ചും ഒറ്റപ്പെട്ടു പോയതുപോലെയുള്ള ഒരു ഫീലിങ്സ് അവർക്കുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ ഒരു സാഹസികമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളില്ലാതെ അവർക്കൊരു ഡാർക്ക്നെസ്, ഒരു ഇരുളിമ അല്ലെങ്കിൽ ഒരു ഇരുണ്ടു പോയി എൻ്റെ ജീവിതം ഇരുട്ടിലായി പോയി എന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളാകുന്ന ആ ഒരു വെളിച്ചത്തിലേക്ക്, നിങ്ങളുടെ ഒരു പ്രണയത്തിലേക്ക് തിരികെ നടന്നു വരാനായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത്. പലരും അംഗീകരിക്കാത്ത തരത്തിലുള്ള കാസ്റ്റ് പ്രോബ്ലംസ് ഉള്ളതോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ എതിർക്കുന്ന രീതിയിലുള്ള അപ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് അത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അപ്പൊ അവർക്ക് ഓൾറെഡി ഒരു ഫാമിലി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഓരോ രീതിയിലുള്ള സിറ്റുവേഷൻസിലുള്ള ആളുകളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓരോ മൊമെന്റ്സിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണും പ്രതീക്ഷിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു ചേരും എന്നുള്ള ഒരു ഓവറായിട്ടുള്ള ഒരു പ്രതീക്ഷകൾ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. യെസ്, അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം അവര് നേടിയെടുക്കും എന്നുള്ളത് അവരുടെ മനസ്സിൽ ഒരു ദൃഢപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ കാണുന്നുണ്ട്. പലപ്പോഴും അവർക്ക് അത്തരത്തിലുള്ളൊരു
കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചിന്ത, ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ റിയൽ ലൈഫിൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ വളരെ സന്തോഷത്തിലായിരുന്നു, എല്ലാ കാര്യങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു. അവർക്ക് ആ ഒരു ഹാപ്പിനെസ് മറ്റൊരു തരത്തിൽ, മറ്റൊരു കാര്യത്തിൽ നിന്നും കിട്ടുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ലൈഫിൽ മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ വ്യക്തി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. നിങ്ങളുണ്ടെങ്കിൽ എല്ലാം തനിയെ വന്നുകൊള്ളും, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ അവരെ തേടി എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും അവരെ തേടി വരും എന്നാണ് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്താനായിട്ട് ഇവർ തയ്യാറാവുകയാണ്. അതൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്കത് തിരിച്ചു കിട്ടും, പക്ഷെ ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് പോയാൽ എനിക്കെല്ലാം നഷ്ടമായി പോകും എന്നൊരവസ്ഥയിലൂടെ ഈ ഒരു വ്യക്തി, അത്തരത്തിലുള്ള ഫീലിങ്സ് ആണ് ഈ വ്യക്തിക്കുള്ളത് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്രമാത്രം നിങ്ങളെ ഇവര് പ്രണയിക്കുന്നുണ്ട്, നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് കഴിയാത്തത്. മേ ബി ഈ ഒരു വ്യക്തിക്ക് അതിനെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് എതിർക്കാനുള്ള ഒരു പവറൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കാം. പക്ഷെ അവരുടെ ക്യാരക്ടർ അനുസരിച്ച് അവർ ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ക്ലാരിഫിക്കേഷൻ, എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ലാരിഫിക്കേഷൻ. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ക്ലാരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാരിഫിക്കേഷന് വേണ്ടി 4 കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ കാർഡുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഫസ്റ്റ് കാർഡിൽ തന്നെ അവരിപ്പോൾ വളരെ സൈലന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇവർ യാതൊരു വിധത്തിലുള്ള ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഒരു ഈ ഒരു വ്യക്തി ഒരു ആക്ഷനും എടുക്കാത്തത് കൊണ്ട് തന്നെ അതും നിങ്ങൾക്ക് ഒരു പ്രശ്നമാണ്. ആ ഒരു പേരിലായിരിക്കാം നിങ്ങൾ സെപ്പറേഷനിൽ പോയിട്ടുള്ളത്. അവർ ഇത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അവര് അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് സെക്കൻഡ് കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് പ്രധാനമായിട്ടും അവർക്ക് ഒരു കറക്റ്റ് ടൈം വരാനായിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിട്ട് വരാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എല്ലാം വളരെയധികം നോർമൽ ആയിട്ട് വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഇവിടെ നമുക്കൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഈ വ്യക്തിയായിട്ട് തന്നെ അതിനൊരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ കാർഡുകൾ പറയുന്നത്. ഈ ഒരു കാർഡ് പ്രത്യേകിച്ച് അത് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് ഒരു എൻഡ് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ വ്യക്തിയുടെ സൈലന്റിന് അതിൻ്റെതായ ഒരു റീസൺ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ ഈ വ്യക്തി തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുകയും നിങ്ങളിലേക്ക് തിരികെ വരികയും ചെയ്യും എന്ന് കാണുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ഒരു പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് എന്തായാലും ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്നെടുത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ,
സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോൾ മെസ്സേജസ്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എൻ്റെ ഒരു കണ്ണുനീര് ഞാൻ എൻ്റെ ഒരു പുഞ്ചിരിയുടെ മറവിൽ ഞാൻ മറച്ചു പിടിച്ചിരിക്കുകയാണ്, ഹൈഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സമയത്ത് അവരൊട്ടും റെഡി അല്ലാണ്, കുറച്ച് സമയം അവർക്ക് കൊടുക്കാനാണ് അവർ പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ നമ്മൾ കണ്ടതാണ്. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, ഈ ഒരു ലോകത്തിൽ നിങ്ങളാണ് അവരുടെ ഒരു സ്വർഗം എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ഗിവ് മീ അനദർ ചാൻസ്, എനിക്ക് ഒരു ചാൻസ് കൂടി തന്നാലും എന്ന് അവർ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു ചാൻസ് കൂടി അവർക്ക് കൊടുക്കണമെന്ന്. ഓക്കെ, ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഐ കനോട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. എനിക്ക് നീ ഇല്ല എന്നുള്ള ഒരു ജീവിതം ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. ഓക്കെ, ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു എന്നൊരു പേഴ്സൺ പറയുന്നു. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. ഓക്കെ, എൻ്റെ ജീവിതം ഒരു വിലയില്ലാത്തതുമായി തീരുന്നു, നീ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഒരു വിലയില്ലാത്തതുമായി മാറുന്നു എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, clues related to this reading. Clues related to this reading. Okay, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് നെയിൽ പോളിഷ് എന്നുള്ള ഒരു ക്ലൂ ആണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്നൊക്കെ വിചാരിക്കുന്നു. അതുപോലെ തന്നെ റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ ആണ് പിന്നീട് നമുക്കിവിടെ കിട്ടുന്നത്. സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂവും നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 25 വൈറ്റ് കളർ. ഓക്കെ, വൈറ്റ് കളറൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, വൈറ്റ് ഫെതേഴ്സ് ഒക്കെ. നമ്പർ 9 ഇവിടെ കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 46 1983 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നു. ലെറ്റർ ഒ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ക്രേസി, നിങ്ങളുടെ പേഴ്സൺ ഒരു ക്രേസി ആയിട്ടുള്ള ഒരു വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. 2002 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ഒരു ചാൻസ് കാണുന്നു. ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ഇവിടെ നമ്പർ 48 ആണ് നമുക്ക് കിട്ടുന്നത്. 1979 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 32 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ വി കിട്ടുന്നുണ്ട്. ആൻഡ് ലൈഫ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ്ങും ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.